ഇതൊരു ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റിൽ കലാശിച്ചിരിക്കുന്നത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ഇതിനിടയിൽ ചില സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ DK ശിവകുമാർ അതിന് തയ്യാറായില്ല. വിജയുടെ ജനനായകൻ സിനിമ ഉൾപ്പെടെ കർണാടകയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഉദയനിധിയുടെ പ്രസംഗമുണ്ടായത്. തൃഷയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയായിരുന്നു. അത് വിജയെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഈ പരാമർശങ്ങൾ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, 12 വരെ അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. പോലീസിൻ്റെ തന്നെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. വീടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ട്. DMK പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ഇത് വലിയ രാഷ്ട്രീയ കോളിളങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യവും ഉറപ്പാണ്. കാരണം വിജയ് സർക്കാർ വന്നത് മുതൽ തന്നെ DMK TVK ഏറ്റുമുട്ടൽ അതിശക്തമായി നടന്നിരുന്നു. പലപ്പോഴും സഭയ്ക്കകത്തും പുറത്തുമൊക്കെ, തമിഴ്നാട് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ വാക്പോര് നടന്നിരുന്നു. സ്റ്റാലിനെയും ഉദയനിധിയെയും ഒക്കെ വലിയ തോതിൽ ആക്രമിക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് ഇടയ്ക്ക് വിജയുടെ ഭാഗത്ത് നിന്ന് സ്റ്റാലിനോട് ബഹുമാനമുണ്ട് എന്ന ഒരു പരാമർശമുണ്ടായി. എന്നാൽ ഉദയനിധിയെ അതിശക്തമായി നേരിടുന്ന നിലയിൽ തന്നെയായിരുന്നു വിജയുടെ പല പ്രസംഗങ്ങളും. ഈ അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും ഒക്കെ തണലിൽ വളർന്നു വന്ന നേതാവ് എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആക്ഷേപം പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിഹാസങ്ങൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഉള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. ഒരുപക്ഷെ വിജയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭാര്യ സംഗീതവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള തർക്കങ്ങൾ, ഈ വിവാഹമോചനം അല്ലെങ്കിൽ ജീവനാംശ കേസ്, പിന്നീട് അതിൻ്റെ ഒത്തുതീർപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ തോതിൽ ചർച്ചയായിരുന്നു. അവിടെയാണ് തൃഷയുടെ ഇടപെടലുണ്ടായത്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു തൃഷ. വിജയ് 2 മണ്ഡലം, പെരമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച് ഒരു മണ്ഡലം, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ഒരു മണ്ഡലം ഒഴിയുമ്പോൾ അവിടെ തൃഷ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നടപടിയാണ് പിന്നീട് ഉണ്ടായത്. ഏതായിരുന്നാലും തൃഷയുമായി ചേർത്ത് വെച്ചുള്ള ഒരുപാട് കഥകൾ, അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ വിജയ് നേരിടേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് DMKയുടെ ഭാഗത്ത് നിന്ന് അത് ഒരു പരിധി വിട്ട് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. അവിടെയാണ് തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും TVK സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അറസ്റ്റാണ്. ഒരു ചരിത്രം കൂടി ഇവിടെ ഓർത്തു പോവുകയാണ്. 2001 കരുണാനിധിയെ ജയലളിതയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ മനസ്സിലേക്ക് വരികയാണ്. സജിത്ത്, ഇങ്ങനെ ഉദയനിധിയുടെ മുത്തച്ഛനെ, അച്ഛൻ്റെ അച്ഛനെ ഇങ്ങനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചെന്നൈയിൽ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചതിൽ അഴിമതി ആരോപിക്കുകയും അതിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടാകുകയും അങ്ങനെ കരുണാനിധിയെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായിരുന്നാലും കാലങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ സ്റ്റാലിൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നു. വീണ്ടും ഒരു മുഖ്യമന്ത്രി അവരുടെ വീട്ടിൽ നിന്നുള്ള ഒരു അംഗത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. DMKയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഇനി കോടതി നടപടിയിലേക്ക് കാര്യങ്ങൾ നടക്കും എന്ന കാര്യം ഉറപ്പാണ്. ഉദയനിധിയുമായുള്ള പോലീസ് വാഹനം നീങ്ങുമ്പോൾ DMK പ്രവർത്തകർ തടസ്സപ്പെടുത്തുന്നുണ്ട്. നാടകീയ സംഭവങ്ങളാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈ അറസ്റ്റ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോടതി നിർദ്ദേശം മറികടന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നീലങ്കരിയിലെ വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ്. രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ സന്നാഹവുമായി നീലങ്കരിയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഉദയനിധിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ പ്രതിഷേധം. ഇപ്പോൾ വാഹനം തടയുന്നതടക്കമുള്ള നടപടിയിലേക്ക് DMK പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. എന്ത് പ്രത്യാഘാതവും താൻ നേരിടും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിൽ ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ പ്രതികരണം കൂടി ലഭ്യമാവുന്നുണ്ട്. അതിൽ താൻ എന്ത് പ്രത്യാഘാതം കൂടി നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സജയകുമാർ തുടരുന്നു. സജയകുമാർ, തമിഴക രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ നീക്കം ആർക്ക് ഗുണം ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. വിഷയം കാവേരിയാണ്. കാവേരി വിഷയം എന്നത് തമിഴകത്ത് വളരെ വൈകാരികമായ നീക്കം ഉണ്ടാകുന്നത് കൂടിയാണ്. ഒരുപക്ഷെ പരാമർശങ്ങളിലെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയ സാധ്യതയാക്കാൻ DMK ശ്രമിക്കുമോ? എന്താണ് അവിടെ നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ? സജിത്ത്, തീർച്ചയായും. അതായത് അറസ്റ്റിനെ തുടർന്ന് പോലീസ് വാഹനത്തിൽ നിന്ന് ഉദയനിധി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതായത് ദ്വയാർത്ഥ പ്രയോഗത്തെക്കുറിച്ച്
വ്യാജ വാർത്ത കെട്ടിച്ചമച്ച് ഒരു കള്ളക്കേസ് ജാമ്യത്തിൽ പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിൽ വകുപ്പുകൾ ചുമത്തി കള്ള കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടികൾ നടന്നു വരുന്നു. വാഹനം പോകുമ്പോൾ അതിന് കുറേ മുമ്പിലുമായി DMKയുടെ പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ട് സമരത്തിലും ഏർപ്പെടുന്നു. ഈ ഒരു വല്ലാത്ത സംഘർഷാവസ്ഥയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ നിയമസഭ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയിൽ മേഘദാതു പ്രശ്നം ഉദയനിധി ഒരു വലിയ പ്രശ്നമായി കൊണ്ടുവരും എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് നിയമസഭയിൽ ഉദയനിധിയുടെ പ്രാതിനിധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണപക്ഷമായ TVKയുടെ ഒരു രാഷ്ട്രീയ നടപടി എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. ഇപ്പോൾ തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ ഈ അറസ്റ്റും ഇതിനെ തുടർന്നുള്ള സംഭവങ്ങളും മേഘദാതു പ്രശ്നവും കൂടുതൽ വിഷയമാക്കി DMK വലിയ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അറസ്റ്റ് നടപടിയുമായി പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ഉദയനിധിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇനി ഉച്ചയ്ക്ക് ശേഷം അഭിഭാഷക സംഘം DMKയുടെ അഭിഭാഷക സംഘം ചെന്നൈ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നായിരിക്കും ഉദയനിധി ഇന്ന് റിമാൻഡ് ചെയ്യപ്പെടുമോ അല്ല ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തു വരുമോ എന്നത് കൂടി അറിയാൻ സാധിക്കും. ഇപ്പോൾ ചെന്നൈയിലും അതേപോലെ തമിഴ്നാട്ടിന്റെ പല ഭാഗങ്ങളിലും ഇതിന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ പ്രതിഷേധ സമരങ്ങളിലും ഏർപ്പെട്ടു വരുന്നു. സജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.